പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ധ്യാന വിചിന്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈശോ നമ്മുടെ കൂടെയുണ്ട്, ഈശോ നമ്മുടെ ഒപ്പമുണ്ട്. ഈശോ നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ അധികമായി സ്നേഹിക്കുന്ന ഒരു ദൈവം, ഈശോയുടെ കൊതിയും സ്നേഹവും ഒക്കെ അധികമാണ്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും മുമ്പ് ശിഷ്യന്മാർ അന്ത്യത്താഴ വേളയിലെ 13-ാമത്തെ അധ്യായത്തിൽ ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വചനമാണ്. 13-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഇങ്ങനെയാണ്: ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. കർത്താവിൻ്റെ ഒരു സ്നേഹമാണത്. ഈ ലോകത്ത് എന്നെയും നിങ്ങളെയും ഇത്രമാത്രം സ്നേഹിക്കുന്ന വേറൊരാളില്ല എന്ന് നമുക്കെല്ലാം അറിയാം. അത് വാക്കുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. ഈ നാളുകളിൽ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്കത് അനുഭവിക്കാൻ പറ്റണം. അവസാനം വരെ സ്നേഹിച്ച ഒരു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. കുരിശോളം നമ്മളെ സ്നേഹിച്ച കർത്താവ്, പിതാവ് ഏൽപ്പിച്ച ബലി പൂർത്തിയാക്കാൻ കുരിശോളം നമ്മളെ സ്നേഹിച്ച ഒരു കർത്താവിന്റെ ആ വലിയ സ്നേഹം നമുക്കെല്ലാം അനുഭവിക്കണം. ഈ ആഴ്ചകളിൽ എത്രത്തോളം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഇന്നലെ ഈശോയുടെ പീഡാനുഭവത്തില് പങ്കാളികളാകാനുള്ള വലിയ കൃപയാണ് ഇന്നലെ ഈശോയോട് ചോദിച്ചത്. ഈശോയെ, നിന്റെ പീഡാനുഭവത്തിൽ പങ്കാളിയാകാൻ എന്നെ അനുഗ്രഹിക്കണേ. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ഈശോയോട് ചോദിച്ച് ആത്മാക്കളുടെ രക്ഷ വരെ കർത്താവിന്റെ പീഡാനുഭവം ധ്യാനിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈശോയുടെ 3 വിധത്തിലുള്ള സഹനത്തെക്കുറിച്ചാണ്. ഈശോയുടെ ഒരുപാട് സഹന മണിക്കൂറുകൾ ഈശോ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയതൊക്കെ ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിലൂടെ, യൂട്യൂബിലൂടെ, ടോക്കുകളിലൂടെ എല്ലാം കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈശോയുടെ സഹനത്തിൽ പങ്കാളിയാകുമ്പോൾ ഈശോയുടെ സഹനത്തെ 3 രീതിയിൽ, അതായത് അവസാന നാളുകളിലെ സഹനത്തെ 3 രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, 1-ാമത്തെ സഹനം എന്ന് പറയുക ഈശോയുടെ ഏറ്റവും വലിയ സഹനമാണ്, ഗത്സമനിയിലെ സഹനം. നമുക്ക് ആ വചനഭാഗം ഒന്ന് എടുക്കാം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. കൂടെ ഇരിക്കാൻ വേണ്ടി ഉണർന്നിരിക്കാൻ ശിഷ്യരെ ക്ഷണിച്ച ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഗത്സമനിയിലെ രക്തം വിയർക്കുവോളം പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്. 41 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കാം. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു: പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഈശോയുടെ പ്രാർത്ഥനയുടെ ആഴം, ഈശോയുടെ വേദനയുടെ ആഴം? നമ്മളൊക്കെ നമ്മുടെ സഹനങ്ങൾ ഒത്തിരി വലുതാണ്. ചിലപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, ഇപ്പൊ തന്നെ ഞാനങ്ങ് മരിച്ചു പോയാൽ നന്നായിരുന്നു സിസ്റ്ററെ, അങ്ങനെയൊക്കെ ചിലർ ഷെയർ ചെയ്യാറുണ്ട്. ശരിയാണ്, നമ്മളൊക്കെ ആരെങ്കിലും രക്തം വിയർക്കുവോളം സഹിച്ചിട്ടുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. ഈശോയുടെ സഹനത്തിന്റെ ആഴം ഒരുപാട് വലുതായിരുന്നു. ഒരുപാട് സഹിച്ച ഒരു ഈശോയെ, ഗത്സമനിയിലെ ഈശോയുടെ സഹനത്തില് ശിഷ്യന്മാര് മാറിയിരുന്ന് ഉറങ്ങുമ്പോഴും ആരും കൂട്ടിനില്ല എന്നൊരു ഫീലിംഗ് ഈശോയ്ക്ക് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈശോ എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ ശിഷ്യന്മാരുടെ അടുത്തോട് ഈശോ എഴുന്നേറ്റ് ചെന്നപ്പോൾ അവർ ഉറങ്ങും. അപ്പൊ ഈശോ ചോദിക്കുക, നിങ്ങൾ ഉറങ്ങുകയാണോ? എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്ക്, ഈശോ പറയുകയാണ്. അപ്പോൾ ഈശോയുടെ മനസ്സ് ഗത്സമനയിലെ ഏകാന്തതയിൽ ആരുടെയൊക്കെയോ ആഗ്രഹിച്ച ഒരു മനസ്സ് ഗത്സമനിലെ ഈശോയിൽ നമുക്ക് കാണാൻ പറ്റും. ഈശോയെ, അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്യാനുള്ള ഒരു വഴിയിലാണ്. ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നവരാണ്, എല്ലാമാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ തൻ്റെ സ്നേഹത്തിലേക്ക്, തൻ്റെ കരുതലിലേക്കൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ഈ കർത്താവിന്റെ സ്നേഹത്തിന്റെ പിന്നാലെ പോകാനുള്ള ആ ഒരു തീഷ്ണത, യഥാർത്ഥ ശിഷ്യനാകാനുള്ള ഒരു കൃപയാണ് നമ്മൾ ഇന്ന് ഈശോയുടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ചോദിക്കാൻ പോകുന്നത്. ശിഷ്യനാകാനുള്ള വലിയ ഒരു കൃപ.
ആരാണ് ഈ ക്രൂശിതന്റെ ശിഷ്യൻ? നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്നൊന്ന് ചിന്തിക്കുന്നത്. ക്രൂശിതനെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മള് നമ്മുടെ ജീവിതത്തിൽ ക്രൂശിതന്റെ ശിഷ്യനായി നമുക്ക് എങ്ങനെ മാറാൻ പറ്റും? പീഡാനുഭവത്തിന്റെ ഈ യാത്രകളില് നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെല്ലാം നമ്മൾ കുറെ സമയമായി പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മാവിന് ഏറ്റവും വിലയുള്ള ശിഷ്യത്വത്തിന്റെ തലത്തിലേക്ക് നമ്മളെ ഉയർത്തണേ. കർത്താവെ, വെറും ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായിട്ടല്ല, മറിച്ച് ശിഷ്യത്വത്തിന്റെ തലത്തിലേക്ക് എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈശോയെ സ്നേഹിക്കുന്ന ഒരു സമയമാണ്. ഒരു നിമിഷം കൂടി നമുക്കൊന്ന് കണ്ണുകൾ അടച്ച്, കർത്താവെ, ഗത്സമനയിൽ ഒരു കൂട്ടാഗ്രഹിച്ച നീ, നിനക്ക് കൂട്ടായി വരാനുള്ള എൻ്റെ ആഗ്രഹത്തെ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കണം. നമുക്കൊരു നിമിഷം ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി ദൈവമേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നന്ദി പറയുന്നു കർത്താവേ. അങ്ങേക്ക് ആരാധന, 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 ഞാൻ ആരാധിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. സ്ത്രീകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മൾ ഗത്സമനയിലെ ഈശോയുടെ സഹനത്തിന്റെ സമയത്ത് ശരിക്കും ഈശോയെ പരീക്ഷിക്കുന്ന ഒരു സാത്താനെ കൂടെ നമ്മളിവിടെ കാണുകയാണ്. കാരണം കർത്താവ് ആഗ്രഹിക്കുകയാണ്, പിതാവേ, ഇത് എന്നിൽ നിന്ന് മാറിപ്പോയിരുന്നെങ്കിൽ, ഇതെനിക്ക് വേണ്ട എന്ന് ഒരു നിമിഷം പിതാവിനോട് ആവശ്യപ്പെടുന്ന ഒരു ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഇതെനിക്ക് വേണ്ട, ഇതെന്നിൽ നിന്നൊന്ന് മാറിപ്പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഈശോയെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നമ്മളൊക്കെ എപ്പോഴും തന്നെ നമ്മളൊക്കെ ചിന്തിക്കുന്ന, ഇത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെ സഹനങ്ങളെ വേണ്ട എന്ന് പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. നമ്മൾ കടന്നു പോകുന്ന അതേ പരീക്ഷണങ്ങളോട് കടന്നു പോകുന്ന ഈശോയാണ്. പക്ഷെ ഈശോ അവിടെ വിജയിക്കുകയാണ്. ഈശോ അവിടെ വിജയിച്ച് ഈശോ ആ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് പിതാവ് ആഗ്രഹിച്ചിടത്തേക്ക് ഒരു യാത്രയാണ് ഈശോ. ഈശോയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായി, ഞങ്ങൾ ഇന്നലെ ഇന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞ, മനുഷ്യനായി ഈശോ അനുഭവിച്ച സഹനങ്ങളുടെ തലമാണ്. ഈശോ അനുഭവിച്ച ഒരു പ്രലോഭനമുണ്ട് ഗത്സമനയില്. പക്ഷെ ഈശോ ഈ പ്രലോഭനങ്ങളുടെ നടുവിലും ഈശോ വീണു പോകുന്നില്ല. ഈശോ പോവുകയാണ്. പിതാവ് പറഞ്ഞത് കേട്ട് ഈശോ യാത്ര ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അതിൽ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നോക്കിക്കേ, സഹനങ്ങൾ വരുമ്പോ പലപ്പോഴും നമ്മുടെ അനുഗമനങ്ങൾ കുറഞ്ഞു പോവുകയാണ്. നമുക്കൊരു മടുപ്പ് വരുവാണ്, ചിലപ്പോഴെങ്കിലും ഒരു ക്ഷീണം വരുവാണ്, പരാതി തോന്നുകയാണ്, പരിഭവങ്ങൾ തോന്നുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഈ പരാതികളും പരിഭവങ്ങൾക്കും മുമ്പിൽ ഈശോയുടെ കുരിശ് നിൽക്കണം നമ്മുടെ എല്ലാം മുമ്പിൽ. ഞാൻ എന്തുമാത്രം പരാതിപ്പെടുന്നോ, പരിഭവപ്പെടുന്നോ, മനസ്സ് തളരുന്നോ, ഗത്സമനയിലെ ഈശോയുടെ ചിത്രം എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. ഗത്സമനയിലെ ഈശോയെ കുറിച്ച് ചിന്തിച്ച് ഒത്തിരി ധ്യാനിക്കാൻ നമുക്ക് ഒരുപാടുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും പറയാൻ നമുക്ക് സമയം, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗത്സമനയിലെ ഈശോ കൂട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോയാണ്. ഈശോ പറയാണ്, അപ്പോൾ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന നിനക്ക്, ഈശോയുടെ ശിഷ്യനാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമതായി ക്രൂശിതന്റെ മനസ്സറിയാനുള്ള കൃപ നീ ചോദിക്കണം. നിന്റെ ക്രൂശിതന്റെ മനസ്സ്, ഈശോയുടെ മനസ്സറിയാനുള്ള ഒരു കൃപ. എന്റെ ഈശോയുടെ മനസ്സെന്താണ്? സ്വർഗത്തിന്റെ ഇഷ്ടങ്ങൾ മാത്രം ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച ഒരു ഈശോ ഉണ്ട്. അപ്പോൾ ഈശോയുടെ മനസ്സറിയാനുള്ള ഒരു കൃപയാണ് നമ്മൾ ഇന്ന് ഈ ദിവസം ഈശോയോട് ചോദിക്കുക. ക്രൂശിതനെ അനുഗമിക്കാനുള്ള ഈ യാത്രയില്, ഈശോയുടെ ശിഷ്യനായി തീരാനുള്ള ഈ യാത്ര, എനിക്കറിയാം ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരും തന്നെ ആഴമായ പ്രാർത്ഥനയും ദൈവത്തിൽ ആഴപ്പെട്ട് വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവര്, ശുശ്രൂഷ ചെയ്യുന്നവര്, കർത്താവ് പലവിധ തിരഞ്ഞെടുത്തവരാണ്. അപ്പോൾ ഇന്ന് ഈശോ നമ്മളോട് പറയുകയാണ്, ഗത്സമനയിൽ ഈശോയുടെ പിന്നാലെ ഈശോ തെരഞ്ഞെടുത്ത് പോയ ആളുകൾ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. അപ്പൊ ഉറക്കത്തിലിരിക്കാനല്ല ഈശോ ആഗ്രഹിക്കുന്നത്, ഉണരാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ഈശോയെ കാണുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഗത്സമനയിലെ ഈ ദിവസം ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ഈശോനോട് പറയുകയാണ്, മോളെ, നീ ഈശോയുടെ വഴിയിലൂടെ തന്നെയാണ്, ഞാൻ സമ്മതിച്ചു.
നീ ഈശോയുടെ ശിഷ്യനാകാനുള്ള വഴിയിലാണ് മോനെ, ഈശോയുടെ ശിഷ്യനാകാനുള്ള വഴിയിലാണ് നീ ശുശ്രൂഷ ചെയ്യുന്നുണ്ടാകും, നീ ധ്യാനങ്ങൾ നടത്തുന്നുണ്ടാകും. പക്ഷെ ഉണരാനുള്ള ഒരു സമയം എവിടെയെങ്കിലും നിന്റെ ജീവിതത്തില് ഉണർച്ചയില്ലാത്ത, ഉണർവില്ലാത്ത ഒരു അവസരമുണ്ടോ? നിന്റെ പ്രാർത്ഥനകളില്, നീ നടത്തുന്ന ശുശ്രൂഷകളില്, നീ പോകുന്ന കുർബാനകളില്, നിന്റെ ജപമാലകളില് ഈ ഉണർവില്ലാത്ത തലമുണ്ടോ? നമുക്ക് പേരുണ്ട്, നെയ്മുണ്ട്, പക്ഷേ ഈശോ ചോദിക്കുകയാണ്, ശിഷ്യനെന്നുള്ള നെയ്മുണ്ട്, പക്ഷെ ഉണർവില്ലാത്തൊരു ഹൃദയം ഇന്ന് എനിക്കുണ്ടെങ്കിൽ ഗെത്സമനിൽ ഈശോ നിന്നെ വിളിച്ച് ക്ഷണിക്കുകയാണ്, ഒന്ന് ഉണർവുള്ളവളാകാൻ. നിന്റെ ശിഷ്യത്വത്തിന്റെ ജീവിതത്തില് ഒരു തളർച്ച വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണർന്ന് എഴുന്നേൽക്കാനുള്ള ഒരു ക്ഷണം ഗെത്സമനിലെ ഈശോ നമ്മളെ വിളിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്കൊക്കെ ആഗ്രഹിക്കണം ഇന്നേ ദിവസം നമ്മൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കും, ഈശോയെ കുറച്ചുകൂടി ഉണർവോടെ നിന്നെ സ്നേഹിക്കാൻ, കുറച്ചുകൂടി ഉണർവുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ. ഞാൻ ചെയ്യുന്ന എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിലും ആത്മീയ ഉണർവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ ഉണർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈശോയും അത് ശിഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഒന്നാമതായി ഉണർവുള്ളവരാകാൻ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. രണ്ടാമതായി ഈശോയുടെ വലിയ സഹനം മുഴുവൻ നമ്മൾ കാണുന്നത് പീലാത്തോസിന്റെ അരമനയിലാണ്. പീലാത്തോസിന്റെ അരമനയിൽ യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്ത് പീലാത്തോസിന്റെ മുൻപിലേക്ക് ഈശോ എത്തപ്പെടുകയാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. അവിടെ ഹ്യൂമിലിയേഷന്റെ ഒരു വലിയ സഹനമാണ്. ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ വലിയ സഹനമാണ് ഹ്യൂമിലിയേഷനാണ്. വലിയ ഹ്യൂമിലിയേഷൻ, വലിയ താഴ്ത്തപ്പെടലാണ്. രാജാതിരാജനായ ദേവപുത്രനായ ഈശോ മനുഷ്യനെന്ന പരിഗണന പോലും കൊടുക്കാതെ താഴ്ത്തപ്പെടുന്ന, ഏറ്റവും താഴ്ത്തപ്പെടുന്ന ഒരു തലമുണ്ട്. അപ്പോ ശിഷ്യനാകാനുള്ള എൻ്റെ യാത്രയിൽ ഒന്ന് ഉണർവുള്ളവരാകാൻ ആവശ്യപ്പെടുന്ന ഈശോ തന്റെ ജീവിതത്തിന്റെ ഈ സഹനങ്ങൾ എടുത്തു വെച്ചിട്ട്, ഞാൻ നിങ്ങളൊക്കെ പറയും ഈശോ ഒത്തിരി നിന്ദിക്കപ്പെടുന്നു, ഈശോ ഒത്തിരി അപമാനിക്കപ്പെടുന്നു എന്ന്. എൻ്റെ ജീവിതത്തിൽ എളിമപ്പെടലിലൂടെ മാത്രമേ നിന്ദിതനായ ഈശോയെ എനിക്ക് ഉയർത്തി നിർത്താൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മളിൽ ഉയരാൻ ശ്രമിക്കുന്ന ഒരു തലമുണ്ട് നമുക്ക്. ഞാൻ എന്തുമാത്രം എളിമപ്പെടുന്നോ അത്രമാത്രമാണ് എൻ്റെ ഈശോ ഉയർത്തപ്പെടുകയുള്ളൂ. അതാണ് ശിഷ്യൻ എന്ന നിലയിൽ ഞാൻ ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഈശോ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒരു പല വിധത്തിൽ എനിക്ക് ഒത്തിരി എളിമപ്പെടേണ്ട ഒരുപാട് തലങ്ങള് ഈശോന്റെ ജീവിതത്തിലോട്ട് തരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഓർക്കും, ഈശോയുടെ മുഖത്ത് തുപ്പി നിശബ്ദനായിരിക്കുന്ന ഈശോ, എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു ഈശോ, അവൻ വലിയ താഴ്ത്തപ്പെടലിന്റെ, എളിമപ്പെടലിന്റെ, അവന്റെ വസ്ത്രം അഴിച്ചു മാറ്റി ശരീരം മുഴുവൻ അടിക്കപ്പെടുമ്പോഴും എല്ലാം എളിമപ്പെടുന്ന ഒരു ഈശോ ഉണ്ട്. നിശബ്ദതയുടെ ഒരു ഈശോയെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഈ ശിഷ്യനാകാൻ വേണ്ടി വിളിച്ച ഈശോ എന്നോട് പറയുകയാണ്, നീ ഉണർവുള്ളവളാണ്. ഇന്ന് നീ ഏത് തരത്തിലാണോ കുറച്ചുകൂടി ഉണർവോടെ എൻ്റെ ചുറ്റുമെത്തുക. രണ്ടാമത് ഈശോ പറയുകയാണ്, നിന്റെ എളിമപ്പെടലുകളെല്ലാം എന്നെ ഉയർത്താനുള്ളതാണ്, അതുകൊണ്ട് എളിമപ്പെടലുകളെ നീ സ്വീകരിക്കും. മൂന്നാമതായിട്ട് ഈശോ പറയുകയാണ്, നിശബ്ദതയുടെ ഒരു സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ എല്ലാം കുടുംബങ്ങളിലെ വലിയൊരു പ്രശ്നമാണ് നിശബ്ദരാകാൻ. കുടുംബങ്ങൾ എന്നല്ല, നമുക്ക് ആർക്കും പറ്റുന്നില്ല നിശബ്ദരാകാൻ പറ്റാത്ത പ്രതികരണത്തിന്റെ ഒരു മനോഭാവം. നിങ്ങൾ മക്കളോട് പോലും നിങ്ങൾ ചിന്തിക്കുക, അപ്പോൾ പ്രതികരണത്തിന്റെ ഒരു മനോഭാവമുണ്ട്. ഈ ഗത്സമനിരുന്ന് ഈശോയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പീലാത്തോസിന്റെ അരമനയിലെ ഈശോ എടുത്തു കാണിച്ചു തരുന്ന 3 കാര്യങ്ങൾ, നിശബ്ദതയിൽ നമ്മൾ ഈശോയെ തിരിച്ചറിയുമ്പോൾ കാണുന്ന കാര്യമാണ് നിശബ്ദനായ ഒരു ഈശോ. കർത്താവ് ഒന്നിനും പ്രതികരിക്കാത്ത നിശബ്ദതയുടെ ഒരു പാഠം ഈശോയുടെ ഈ ഹ്യൂമിലിയേഷന്റെ തലങ്ങളിൽ നമ്മൾ കാണുന്നു. ഈശോയെ അടിക്കുമ്പോഴും കുരിശെടുത്ത് തോളിൽ വെച്ചു കൊടുക്കുമ്പോഴും ഒന്നും ഈശോ ഒന്നും പ്രതികരിക്കാത്ത നിശബ്ദതയുടെ ഒരു കീഴടങ്ങലിന്റെ ഒരു ഈശോയെ നമുക്കിന്ന് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ശിഷ്യത്വത്തിന്റെ പാതയെ ഒന്ന് പുനർനവീകരിക്കാനുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ധ്യാനം. ഈശോ അങ്ങനെ എന്നോട് പറഞ്ഞു, ശിഷ്യത്വത്തിന്റെ പാതയിലേക്കുള്ള ഒരു പുനർനവീകരണത്തിന് നിങ്ങളെയൊക്കെ ആഹ്വാനം ചെയ്യണം, സ്വയം ആഹ്വാനം ചെയ്യണം എന്ന് ഈശോ ഇന്ന് എന്നോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ധ്യാനത്തിന് ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്തു വെക്കുന്നത്. ഇത് പോരാ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരണം. എത്ര ആയാലും ഇത് പോരാ, എൻ്റെ കർത്താവിന്റെ ശിഷ്യത്വ പദത്തിലേക്ക് എത്തിയത് പോരാ എന്നൊരു ചിന്ത ചിലപ്പോഴെങ്കിലും ഞാനിങ്ങനെ ചിന്തിക്കുമോ, ധ്യാനമൊക്കെ കഴിഞ്ഞ് ഇത്രയൊക്കെ ചെയ്തല്ലോ. അതല്ല, എനിക്കത് മനസ്സിലാക്കാൻ പറ്റുവാണ്. ഇത് പോരാ എന്നൊരു തലമാണ് ഒരു ശിഷ്യനെ, ഒരു സുവിശേഷ പ്രവർത്തകനെ, ഒരു ഇവാഞ്ചലിസ്റ്റിനെ ഉണർത്തേണ്ടതെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്. ഈ ഹ്യൂമിലിയേഷന്റെ തലത്തിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ശുശ്രൂഷ മനോഭാവം ഒക്കെ താഴോട്ട് പോവുകയാണ്.
ഈശോയുടെ ഹ്യൂമിലിയേഷന്റെ തലങ്ങൾ മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നില്ല. ഹെരോദോസിന്റെ മുമ്പിലേക്ക് ഈശോയെ വിധിച്ച് ക്രൂശിക്കുക എന്ന് പ്രിയപ്പെട്ടവരൊക്കെ വിളിച്ചു പറയുന്ന തലങ്ങളെ കുറിച്ചൊന്ന് ധ്യാനിക്കാനായിട്ട് നമുക്കിപ്പോ സമയമില്ല. നിങ്ങൾ വായിക്കണം, പറ്റുവാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 22 23 അധ്യായങ്ങള് ഈ ദിവസങ്ങളിൽ നിങ്ങൾ വായിക്കണം. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 13 തൊട്ട് 19 വരെ വായിക്കണം. അതുപോലെ തന്നെ 22 23 വായിക്കണം. അപ്പൊ കുറച്ചുകൂടി നമ്മൾ ഇരുന്ന് വായിക്കുമ്പോൾ ശിഷ്യനാകാനുള്ള നമ്മുടെ വിളിയുടെ ആഴം ഈശോ പറയും, നിന്റെ ഉള്ളിലേക്ക് പറയും, നിന്റെ ഹൃദയത്തിലേക്ക് ഈശോ പറഞ്ഞു തരും എന്താണ് നിന്റെ അവസ്ഥയെന്ന്. ഇനി നമ്മൾ മൂന്നാമതായി ഈശോയുടെ സഹനം, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. മൂന്നാമതായി ഈശോയുടെ സഹനം കാണുന്നത് സഫറിംഗ് ഓൺ ദ ക്രോസ്. കുരിശിലാണ് ഈശോയുടെ മൂന്നാമത്തെ സഹനം നമ്മൾ കാണുന്നത്. കുരിശിലെ ഈശോയുടെ സഹനം നമുക്ക് കാണാം. ഈശോ ഇങ്ങനെ കാൽവരിയിലെ ആ മലയിലേക്ക് കയറിപ്പോയി. നമ്മള് ഈശോയുടെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട മലകളിൽ ഒന്നാണ് താബോർ മല, 2 കാൽവരി മല. താബോർ മലയിലേക്ക് ഈശോ കയറി പോകുമ്പോ ഇഷ്ടമുള്ള 3 പേരെ ഈശോ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾ വരുന്നെങ്കിൽ വന്നോന്നൊന്നും ഈശോ പറഞ്ഞില്ല. പക്ഷെ അവരെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി. അവിടെ ചെന്ന് ആ ഗ്ലോറി മുഴുവൻ അവരെ കാണിച്ചു കൊടുത്തു. ഈശോ വിളിച്ചപ്പോ അവര് പോയി കണ്ടു. ശിഷ്യനാകാൻ വിളിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഒരു ഗ്ലോറിയുടെ തലമുണ്ടെന്ന് നമ്മുടെ കർത്താവ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മഹത്വത്തിന്റെ തലമുണ്ട്, അതവൻ കൂട്ടിക്കൊണ്ടു പോകും. മഹത്വത്തിന്റെ തലത്തിലേക്ക് ഞാൻ എന്തെങ്കിലും തന്നെ കയറി പോകുമല്ല, ഈശോ കൂട്ടിക്കൊണ്ടു പോകും. അതാ കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത്. സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഈശോ അങ്ങനെ പറഞ്ഞിരിക്കും. അപ്പോൾ ഈ ഗ്ലോറിയുടെ തലം ശിഷ്യത്വത്തിന്റെ പാതയിൽ ചരിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഇവിടെ ഇരുന്ന് പീഡാനുഭവം ധ്യാനിക്കാൻ എത്തിയിരിക്കുന്ന എന്നോടും നിങ്ങളോടും ശിഷ്യനാകാൻ ഈശോ ആവശ്യപ്പെടുമ്പോ കർത്താവ് പറയുകയാണ്, ഗ്ലോറിയുടെ തലം നിങ്ങളാരും തേടി പോകണ്ട, അത് ഞാൻ കൂട്ടിക്കൊണ്ടു പോക്കോളാം, അത് ഞാൻ തന്നോളാം എന്നാൽ നമ്മൾ കാണുകയാണ്. കാൽവരിയിലേക്ക് ഈശോ നടന്നുപോയി. കാൽവരിയിലേക്ക് ഈശോ കുരിശെടുത്ത് പോകുമ്പോ നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ വരുന്നോ എന്ന് ഈശോ ചോദിച്ചിട്ടില്ല. ആരെ ഈശോ വിളിച്ചില്ല. പക്ഷെ ഒരു ഇൻവിറ്റേഷൻ കിടപ്പുണ്ട്. വന്നവരെ ആരെയും ഈശോ പറഞ്ഞയച്ചില്ല. പക്ഷെ അവൻ ആഗ്രഹിച്ചു. ഞാനും നിങ്ങളും കാൽവരിയിലേക്ക് അവന്റെ തനിച്ചുള്ള ആ യാത്രയിൽ ഒന്ന് വരാൻ ഒരു തുറന്ന ഇൻവിറ്റേഷൻ ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. ഈ തുറന്നുള്ള വിളി ആര് ശ്രവിച്ചോ അവനാണ് ശിഷ്യൻ. ഞാനും വരുവാണെന്ന് പറഞ്ഞ് ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞിലെ മാമോദീസ വെള്ളം സ്വീകരിച്ച് ഞാനും നിങ്ങൾ ക്രിസ്ത്യാനിയായി മാറി, പിന്നീട് അറിഞ്ഞറിഞ്ഞ് നമ്മൾ യാത്ര ചെയ്തെത്തി. ഇന്നിവിടെ എത്തി നിൽക്കുമ്പോ നമ്മൾ പരിശോധിക്കുക, ഈ യാത്രയിലെ ക്ഷണം എന്റെ ഹൃദയത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ശരിക്കും പരിശോധിക്കണം. കർത്താവ് വലിയൊരു ഇൻവിറ്റേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. എവിടെ വരെ എത്തി? ഈ കാൽവരി യാത്രയുടെ പാതയിലാണ്. പകുതി എത്തിയോ? അതോ കാൽവരിയിലേക്ക് എത്തിയോ? ഗാഗുൽത്തായിലേക്ക് എത്തിയോ? കൂടെ നിന്നവരെ നോക്കി ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ ആഗ്രഹിക്കുകയാണ്, ഇത് ഞാനും നിങ്ങളും ഗാഗുൽത്തായിൽ എത്തണമെന്ന്. ഈ ഗാഗുൽത്തായിലേക്ക് തന്നെ കയറിപ്പോകുന്ന വിളിയാണ് നിന്റെ ജീവിതത്തിന്റെ ശിഷ്യത്വത്തിന്റെ വിളി. അതാണ് ഈശോ നിന്ന് ആവശ്യപ്പെടുന്നത്. നിന്നെ ഈശോ സഹായിക്കും. നിന്റെ കൺമുമ്പില് മാഞ്ഞു പോകാത്ത ക്രൂശിതന്റെ രൂപം ഉണ്ടെങ്കിൽ നീ ധൈര്യപൂർവ്വം ഈ ഗാഗുൽത്താ കയറി പോവുകയും ചെയ്യും. അതിന് യാതൊരു മാറ്റവും. പക്ഷെ ഇതൊരു ക്ഷണവാ. വേണോ വേണ്ടയോ? ഈ ഇൻവിറ്റേഷന് ഞാൻ മറുപടി കൊടുക്കണോ, റെസ്പോണ്ട് ചെയ്യണോ, ഇത് ഞാനാ തീരുമാനിക്കുന്നത്. ഈശോ നമ്മളെ ഇന്ന് വിളിക്കുമ്പോ, നമ്മുടെ ജീവിതത്തെ ഈശോ ചേർത്ത് പിടിക്കുമ്പോ, ഈശോയെ നിന്റെ ഗത്സമനയിലെ വലിയ സഹനമുണ്ട്. നമ്മളൊക്കെ പറയും ഈശോ അവിടെ ചങ്കുപൊട്ടി ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, ആ സഹനങ്ങളെയൊക്കെ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ ഈ ദിവസങ്ങൾ നിങ്ങളൊക്കെ കേൾക്കും. ഞാൻ ആ വാചകങ്ങളൊന്നും എടുത്തു പറയുന്നില്ല. ഈശോയുടെ കാൽവരി കുരിശിലെ മരണത്തെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നമ്മൾ ഇന്ന് ഈ കാൽവരിയോളം എത്താനുള്ള ക്ഷണം സ്വീകരിച്ച് എന്റെ ശിഷ്യത്വത്തിന്റെ വിളിയുടെ തലത്തെക്കുറിച്ച് ആഴമായി ഒന്ന് പരിശോധിക്കുക. എത്രത്തോളം ഞാൻ ഇവിടെ എത്തി? എന്നെ അവൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എവിടെയാ? നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ തിരക്കിന്റെ ലോകത്താണ്. എല്ലാവരും യാത്രയിലാണ്. എവിടെയൊക്കെയോ എത്തിച്ചേരാനുള്ള ഒരുപാട് യാത്രയിലാണ്. ഒരു കൊച്ചിനോട് ചോദിച്ചാൽ ആ കൊച്ചു പറയും, മോളെ, ഞാൻ ചോദിക്കും ചില പിള്ളേർ, മക്കളെ നിങ്ങൾ എങ്ങനെയാ പ്രാർത്ഥന? എന്റെ സിസ്റ്ററെ, കുർബാനയ്ക്കൊന്നും എന്ത് ദിവസം പോകാൻ പറ്റില്ല, എല്ലാ ദിവസവും കൊന്തയെല്ലാം പറ്റില്ല. കാരണം എനിക്ക് പഠിച്ച് ജോലി മേടിച്ച് ഒന്ന് PR ആയി, ഒന്ന് സെറ്റായി, കല്യാണം കഴിഞ്ഞ് കുഞ്ഞായി, ഒരു വീടായി കഴിഞ്ഞിട്ട് നോക്കാം. സെറ്റിൽമെന്റ് നമ്മുടെ എല്ലാം മുമ്പിലുള്ള ഒരു കാര്യമാണ്. സെറ്റിൽ ചെയ്യുക വേണം.
അപ്പൊ നമ്മുടെ പ്രയോറിറ്റി എല്ലാം പോയി. പിന്നെ ലീസ്റ്റ് പ്രയോറിറ്റിയിലേക്കാണ് ഈശോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ നമ്മളോട് പറയുകയാണ്, ശിഷ്യനാകാനുള്ളതാണ് നിന്റെ ഒന്നാമത്തെ വിളി. നിന്റെ ആത്മാവിന്റെ വിലയാണ് കുരിശ് ഈശോ തന്നതെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു വിളി ഈശോ നിനക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളും നേടാനുള്ള തിരക്കേറിയ ഓട്ടത്തിനിടയിൽ എനിക്ക് ഇവിടേക്ക് എത്രമാത്രം എത്താൻ പറ്റി? ഈശോ നമ്മളെ വിളിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈശോ നമ്മളെ വിളിക്കുകയാണ്. നമുക്കെല്ലാം ആഗ്രഹിക്കാം. നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. കർത്താവേ, ഈ ശിഷ്യത്വത്തിന്റെ വഴിയിൽ കാൽവരിയോളം സ്വമനസ്സോടെ എത്തിച്ചേരാൻ എന്റെ മുമ്പേ പോയ ആ ക്രൂശിതനെ നോക്കി, കുരിശെടുത്ത് പോയവനെ നോക്കി, കാൽവരി മല കയറി ആ ശിഷ്യത്വത്തിന്റെ പങ്കാളിയാകാനുള്ള വലിയ കൃപ ഈശോയെ നീ എനിക്ക് തരണേ. ഈശോയെ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ ശിഷ്യത്വത്തിന്റെ വിളിയിലേക്ക് ആരും വിളിക്കാതെ കയറി ചെന്ന പരിശുദ്ധ അമ്മയും യോഹന്നാനും ഒക്കെ ഇന്ന് സ്വർഗത്തിന്റെ ഗ്ലോറി അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം കൊടുത്ത ആ ഗ്ലോറി അവരാരും ചോദിച്ചതല്ല. ഇത് സ്വർഗത്തിന്റെ സമ്മാനമാണ്. എനിക്ക് നിങ്ങൾക്കും ഒരു ഗ്ലോറി ഉണ്ട്. പക്ഷെ അവിടെ വരെ എത്തിച്ചേരാനുള്ള ഒരു കൃപ ചോദിച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച്, കർത്താവേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈശോയുടെ ശിഷ്യരായി തീരാനുള്ള യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ തലത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വിളി സ്വീകരിച്ചവരാണ്. ഈശോയെ, ആ തലത്തിലേക്ക് എത്തിച്ചേരാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിന്റെ ചില മേഖലകളോ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അതെല്ലാം എടുത്തു മാറ്റി യഥാർത്ഥ ആ ശിഷ്യത്വത്തിന്റെ മലമുകളിലേക്ക് കയറി വരുവാൻ കർത്താവേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 നമ്മുടെ എല്ലാ മേഖലകളെയും സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധ ഭംഗിക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി ദൈവമേ, സ്തുതി, ആരാധന, എനിക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. അവിടുത്തെ നാമം സ്വീകരിച്ച പരിശുദ്ധ അമ്മയോട് ഞങ്ങളുടെ നാമത്തിൽ വിട്ടു പോകട്ടെ എന്ന് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഈ ശിഷ്യത്വത്തിന്റെ വലിയ പദവിയിലേക്ക് എത്തിച്ചേരാനായി ആഗ്രഹിച്ച് യാത്ര ചെയ്യുന്നവരാണ്. നിങ്ങളെല്ലാം ആ വഴിയിലാണ്. ഇനി അത് ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഗത്സമനിലെ ഉണർവിന്റെ കാര്യം, എളിമപ്പെടുത്തലിന്റെ കാര്യങ്ങള്, ക്രൂശിതന്റെ പിന്നാലെ കാൽവരി കയറാനുള്ള ഒരു ബലം, ക്രൂശിതനെ നോക്കി കയറുകയാണ്. ക്ഷണവും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള ഒരു 5 കാര്യങ്ങൾ കൂടി നിങ്ങളോട് ഈ സമയത്ത് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തെ കാര്യം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാം ജീവിതത്തില് നമ്മൾ ഈശോയെ അനുഗമിക്കണമെങ്കിൽ വില കൊടുക്കണമെന്ന് ഈശോ നമ്മളോട് പറയുക. നീ ഈശോയെ അനുഗമിക്കാൻ, ഈശോയുടെ ശിഷ്യനായി തീരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വില കൊടുക്കണം. വലിയ വില നമ്മളിൽ നിന്ന് ഈശോ ആവശ്യം. അപ്പൊ വില എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പടി. എന്താണ് ഞാൻ കൊടുക്കേണ്ട വില? നമുക്കറിയാം. നമ്മൾ ആ വചനം കാണുകയാണ്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ താഴോട്ട് വരികയാണ്. 25 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. അവിടെ ഹെഡിങ് എന്ന് എഴുതി വെച്ച ശിഷ്യത്വത്തിന്റെ വിലയാണ്. ഈശോയുടെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഒരു വില കൊടുക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളെല്ലാം ഈശോ പറഞ്ഞിട്ട് ഞാൻ ഒരു വചനം എടുക്കുന്നുള്ളൂ. അവിടെ 33-ാമത്തെ വചനം, ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാകാൻ സാധ്യമല്ല. അതാണ് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 33-ാമത്തെ വചനം പറയാണ്. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാകാൻ സാധ്യമല്ല എന്ന് ഈശോ ഇവിടെ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ.
അപ്പോൾ ഈ കാൽവരി കയറി അവിടെ എത്തുമ്പോഴാണ് യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ ശിഷ്യനായി ഞാൻ മാറുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കാൽവരിയിലേക്കുള്ള എന്റെയും നിങ്ങളുടെയും യാത്രയിൽ ഈ ദുഃഖവെള്ളിയും ഈ പെസഹ വ്യാഴവും ഈ ഈസ്റ്ററും എല്ലാം എന്നെ ഓർമ്മപ്പെടുത്തുക, എന്റെ ലക്ഷ്യം കാൽവരി മല കയറി അവിടെ എത്തുക എന്നുള്ളതാണ്. അവിടേക്ക് എത്തണമെങ്കിൽ ഒന്നാമത്തെ പടി ഈശോ പറയുകയാണ്, നിനക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുക. ജീവിത പങ്കാളി ഉപേക്ഷിക്കണം എന്നല്ല ഈശോ പറയുക, അവരോടെല്ലാം ഉള്ള നിന്റെ അറ്റാച്ച്മെന്റ്, ഇവരോടെല്ലാം നിനക്ക് ഹൃദയത്തിൽ ചില അറ്റാച്ച്മെന്റുകളുണ്ട്. ചില സാഹചര്യങ്ങളോട്, ചില ജോലിയോട്, ഉള്ളതിൽ തൃപ്തിപ്പെടാതെ മറ്റു പലതിനോടുമുള്ള നിന്റെ ആഗ്രഹങ്ങളുടെ അറ്റാച്ച്മെന്റുകൾ നീ ഉപേക്ഷിച്ചുകൊണ്ട് നീ കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യും. അല്ലാതെ കുടുംബത്തെ മുന്നിൽ ഉപേക്ഷിച്ചോടാനല്ല ഈശോ പറഞ്ഞേ. എന്റെ ഹൃദയത്തിൽ ഇവരെക്കാൾ അധികമായി മറ്റൊരു ലക്ഷ്യം, കാൽവരി മല എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന നമ്മളോട് ഈശോ പറയുകയാണ്, ഇവരോടെല്ലാം ഉള്ള നിന്റെ അറ്റാച്ച്മെന്റുകൾ നീ ഉപേക്ഷിക്കുക. അതാണ് നിനക്കുള്ളതെല്ലാം, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാം. എനിക്ക് തോന്നുന്നില്ല ഈശോ കർത്താവിനോട് പറയുകയാണ് ഈ മഠത്തിന്റെ എല്ലാ കംഫർട്ട് സോണും ഉപേക്ഷിക്കുക. അതൊന്നുമല്ല ഈശോ പറയും. ഇവിടെ ആയിരിക്കുമ്പോഴും ഇവിടെയുള്ള പലതിനോടുമുള്ള എന്റെ അറ്റാച്ച്മെന്റുകൾ എടുത്തു മാറ്റാനാണ് ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്, പ്രിയപ്പെട്ടവരെ. കാരണം ഈശോയുടെ മുമ്പിൽ ഈശോയ്ക്ക് പ്രിയപ്പെട്ട അമ്മയെ ഈശോ ഈ ലോകത്ത് വിട്ടിട്ടാ ഈശോ പോണേ. അതെല്ലാം പിതാവിന്റെ ബലി പൂർത്തിയാക്കാന് എല്ലാം ഈശോ ഉപേക്ഷിക്കുകയാണ്, എല്ലാം ഉപേക്ഷിക്കുക. സ്വയം ഉപേക്ഷിച്ച ഒരു ഈശോയാണ് കാൽവരിയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മളോട് ഈശോ പറയുകയാണ്, നീ എല്ലാം ഉപേക്ഷിക്കുക. നിന്റെ ജീവിതത്തില് നിനക്കുള്ള അറ്റാച്ച്മെന്റുകളെല്ലാം എവിടെയോടെ? ജോലിയോടാണ്, ചില കാര്യങ്ങളോട്, ചില കുഞ്ഞുങ്ങളോട്, ചില പേരൻസ്, ചില മക്കളോട്, അങ്ങനെ പലതിനോട് നമുക്ക് പല അറ്റാച്ച്മെന്റുകളുണ്ട്. ആ അറ്റാച്ച്മെന്റുകളെ നമ്മൾ ഉപേക്ഷിക്കുക. ചില മിനിസ്ട്രിയോടായിരിക്കും, ചിലപ്പോൾ ചില ദൈവ ശുശ്രൂഷയോടായിരിക്കും. ഒന്നിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വേണം. നമ്മുടെ അറ്റാച്ച്മെന്റ് കാൽവരി കീഴടക്കിയ നമ്മുടെ കർത്താവിനോട് മാത്രം. എനിക്കും ആ കാൽവരി മലയിലെത്തി ഈ ലോകത്തെ കീഴടക്കണം. അതാണ് ഈശോ എന്നിൽ നിന്ന് വിളിക്കുന്നതും എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നതും, പ്രിയപ്പെട്ടവരെ. കർത്താവെ, അതിനുള്ള ഒരു കൃപ, അതാണ് ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ പടിയിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുക. അതാണ് വില. എന്താണ് നിന്റെ ശിഷ്യത്വത്തിന് നീ കൊടുക്കേണ്ട വിലയെന്ന് ചോദിച്ചാൽ, നിനക്കുള്ളതെല്ലാം ഉപേക്ഷിക്കും. കർത്താവ് അതാണ് ആവശ്യപ്പെടുന്നത്. രണ്ടാമത് ഈ ശിഷ്യത്വത്തിന് ഞാൻ കൊടുക്കേണ്ട മറ്റൊരു വിലയെക്കുറിച്ച് ഈശോ വചനം പറയുക, ഇൻസ്റ്റന്റ് ആയി ഞാൻ അവനെ അനുസരിക്കണം. ഇപ്പൊ ഈശോ എന്നോട് പറയാണ്, എന്റെ മനസ്സിൽ, ആൻമരിയ നീ ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ആ നിമിഷം എനിക്ക് അവനെ അനുസരിക്കാൻ പറ്റണം. എന്താണോ ഈശോ എന്നോട് പറഞ്ഞത് അതനുസരിക്കാനുള്ള അതേ നിമിഷം അതനുസരിക്കാനുള്ള ഒരു കൃപയാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം വേണ്ടത്. നമ്മളൊക്കെ എത്രയോ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, എത്രയോ കുർബാന പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, എത്രയോ അഡ്വൈസുകൾ കേൾക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും സ്വയം ഒന്ന് പരിശോധിച്ചേ, ഏതെല്ലാം അഡ്വൈസുകൾക്ക്, ഏതെല്ലാം ഉപദേശങ്ങൾക്ക്, ഏതെല്ലാം ദൈവിക പ്രചോദനങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയി അനുസരിക്കാനുള്ള ഒരു കൃപ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇന്നും നമ്മളെ പലതിനും വേണ്ടി പലരും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മളെ എല്ലാവരും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ ഈ ഇൻസ്റ്റന്റ് അനുസരണം ഇന്ന് ഈ ലോകത്ത് ഒരു 100 പേർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സഭ ഒരുപാട് വളർന്നേനെ, നമ്മുടെ സഭ വളർന്നേനെ, നമ്മുടെ ഇടവക വളർന്നേനെ, നമ്മുടെ ദൈവജനം വളർന്നേനെ. നമുക്ക് ആർക്കും അതില്ലാതെ പോയി. നമ്മൾ പലർക്കും അതില്ല. ഇൻസ്റ്റന്റ് അനുസരിക്കാൻ ആർക്കും പറ്റുന്നില്ലാത്ത ഒരു തലം ഇന്ന് നമുക്ക് കാണാൻ പറ്റുകയാണ്. ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് എത്തിയില്ല. ചില നിമിഷങ്ങളിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. ഈ ഇൻസ്റ്റന്റ് അനുസരണമില്ലാതെ വരുമ്പോ നമുക്ക് ഈശോയെ നഷ്ടപ്പെടുകയാണ്. ഈശോയെ കിട്ടിയല്ല. പരിശുദ്ധ അമ്മ ഇതാ നിന്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷമാണ് അമ്മയ്ക്ക് ഈശോയെ കിട്ടിയത്. നമുക്കും ഈശോയോട് പറയണം, ഈശോയെ, കാൽവരിയിലേക്ക് പിതാവിനെ അനുസരിച്ച് കടന്നുപോയ നിന്നോട് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നോട് നീ ആവശ്യപ്പെടുന്നതൊക്കെ ഇൻസ്റ്റന്റ് ആയി അനുസരിക്കാനുള്ള കൃപ നീ എനിക്ക് തരണേ. ഒരിക്കലും ഒരു ചേച്ചി എന്നോട് സംസാരിച്ചതിന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചേച്ചി ഈശോയോട് പറയും, ഈശോയെ നീ എന്നോട് സംസാരിക്കണം, നീ എന്നോട് സംസാരിക്കണം. ചേച്ചി എപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ചേച്ചിയോട് ഈശോ സംസാരിച്ചു. ചേച്ചി ചെയ്ത ജോലിയിൽ 100% ഇല്ല. ചേച്ചിക്ക് ഒരു ആത്മാർത്ഥതയില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ ചേച്ചിക്ക് പറ്റിയില്ല. ചേച്ചി 50% ചെയ്തു, കാരണം വന്നയാളെ പിടിച്ചില്ല. ചേച്ചി നോക്കിക്കൊണ്ടിരുന്നപ്പോ ആ ജോലി സ്ഥലത്ത് തന്റെ അടുത്തോട്ട് വന്ന ആളോട് ഒരു ഇഷ്ടം തോന്നിയില്ല. ആ ആളുടെ ചേഷ്ടകളും പ്രവൃത്തികളും ആളെ മൊത്തം ഒന്ന് വാല്യൂ ചെയ്തപ്പോൾ അത്ര നല്ല ആളല്ലായിട്ട് മനസ്സിലൊരു കാൽക്കുലേഷൻ നടത്തി. അപ്പൊ ചേച്ചി അതുകൊണ്ട് 100% ചെയ്യാമെങ്കിലും ചെയ്തില്ല, ചെയ്തെന്ന് വരുത്തി ആളെ പറഞ്ഞു വിടുകയാണ്.
ആ ആള് കതകു തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോ ഈശോ ചേച്ചിയുടെ മനസ്സിൽ പറയാണ്, യു ആർ റോങ്, നീ ചെയ്തത് ശരിയായില്ല. നിന്റെ മുമ്പിലേക്ക് ഞാൻ ഒരാളെ പറഞ്ഞു വിട്ടിട്ട് നീ വിലയിരുത്തി നീ ശുശ്രൂഷിച്ചത് ഇങ്ങനെയാ, നീ അവരെ തിരിച്ചു വിളിക്കും. ഇറങ്ങിപ്പോയി തിരിച്ചു വിളിച്ചത് കൊണ്ട് ഇന്ന് ദൈവം സംസാരിക്കും. രാവിലെ ഏതാ ഭക്ഷണം ഉണ്ടാക്കണ്ടേ? അപ്പം ഉണ്ടാക്കണോ? പുട്ടുണ്ടാക്കണോ? മക്കൾക്ക് ഏതാ കൊടുക്കേണ്ടത്? ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് എന്തുകൊണ്ടാ ദൈവസ്വരം കേൾക്കാൻ നമുക്ക് പറ്റാത്തെ? കർത്താവിനെ അനുഗമിച്ചുള്ള നമ്മുടെ യാത്രയിൽ ഇൻസ്റ്റന്റ് അനുസരണങ്ങൾ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു. ഈശോയെ, ആ ഓൺ ദ സ്പോട്ടിൽ നിന്നെ അനുസരിക്കാനുള്ള ഒരു കൃപയുടെ തലത്തിലേക്ക് ശിഷ്യൻ പരിശീലന ആശ്വാസം ഒരു വചനമുണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ. നമുക്കെല്ലാം വേണ്ട ഒരു വചനമാണ്. അതെനിക്ക് എന്നെ ഒത്തിരി സ്വാധീനിച്ചിരിക്കുന്ന ഒരു വചനം. ആ വചനത്തില് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഞാൻ എടുത്തോട്ടെ. എന്റെ ഹെഡിങ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഡി ചേച്ചിക്ക് അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞോ. ഡി ചേച്ചി, പരിശീലിതന് ആശ്വാസം നൽകുന്ന വാക്ക്, ശിഷ്യനെ എന്നതുപോലെ അവിടുന്ന് എന്നെ അഭ്യസിപ്പിച്ചു, പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ ഉണർത്തുന്നു. ഒരു വചനമാണ്, കർത്താവിന്റെ വചനമാണ്. കർത്താവ് എല്ലാ ദിവസവും എന്നെ അഭ്യസിപ്പിച്ചു. യെശയ്യാ 54 വചനമാണ്. 50-ാം അധ്യായം 4-ാമത്തെ വചനം ഇതാണ്: പരിശീലന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്നതുപോലെ അഭ്യസിപ്പിച്ചു, പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ ശിഷ്യനെ എന്നതുപോലെ ഉണർത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, വലിയൊരു വചനമാണ്. ഈശോയെ, നീ എന്റെ കാതുകളെ ഉണർത്തണം. ഞാൻ എന്ത് ചെയ്യണം? കർത്താവിനെ അനുസരിക്കുമ്പോഴാണ് അവൻ നിന്റെ കാതുകളിലൂടെ ദൈവസ്വരം കേൾക്കാൻ നിന്നെ പഠിപ്പിക്കുക. ഈ കാൽവരി കയറി പോകണമെങ്കിൽ ലോകത്തിന്റെ സ്വരങ്ങളൊക്കെ ചുറ്റുപാടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ആശ്വസിപ്പിക്കുന്നവരും സഹതപിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലോകത്തിന്റെ ഒരു സ്വരവും കേൾക്കാതെ പിതാവിന്റെ സ്വരം മാത്രം കേട്ട് കാൽവരി കയറി ഈശോ ഇന്ന് എന്നോടും നിന്നോടും പറയുകയാണ്, ലോകസ്വരങ്ങളല്ല നീ കേൾക്കേണ്ടത്, എന്റെ സ്വരം കേൾക്കണം. അനുദിനം പ്രഭാതത്തിൽ ശിഷ്യനെ എന്നതുപോലെ നിന്നെ അഭ്യസിപ്പിക്കുന്ന നിന്റെ കർത്താവിന്റെ ആ ദൈവസ്വരം കേൾക്കാനുള്ള ഒരു കൃപയാണ് ഞാൻ നിങ്ങൾ ഈശോയോട് ചോദിക്കുന്നത്. ഈശോയെ, ഈ ശിഷ്യത്വത്തിന്റെ തലത്തിലേക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ എത്തിയിട്ടും ഞാൻ എങ്ങും ആയിട്ടില്ലല്ലോ കർത്താവെ. ഇൻസ്റ്റന്റ് അനുസരണത്തിന്റെ ഒരു കൃപ എനിക്ക് കുറഞ്ഞുപോയി കർത്താവെ. കർത്താവെ, നീ പറയുന്നത് അനുസരിക്കാനുള്ള ഒരു കൃപ കർത്താവെ, ഒരു തുറവയുടെ മനസ്സ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവഹിതത്തിന് മുമ്പിൽ തുറവയുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടി. ഈ പിതാവിന്റെ ആ ഹിതം അനുസരിച്ച് ഈശോ തുറന്ന ഹൃദയത്തോടെയാണ് കാൽവരിയിലേക്ക് പോകുന്നത്. അലറിക്കരയുന്ന ഒരു ഈശോയോ പരാതിപ്പെടുന്ന ഒരു ഈശോയോ ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ഈശോയോട് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ഇവിടെ ഇരിക്കുന്ന എന്നെ നിങ്ങളെയൊക്കെ പ്രത്യേകം ഈശോ സെലക്ട് ചെയ്തവരാ. ഈശോ, ഈ ശിഷ്യത്വത്തിന്റെ വഴിയിൽ അതേപടി അനുസരിക്കുന്ന ഒരു വലിയ കൃപ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതേപടി അനുസരിക്കുന്ന ഒരു വലിയ ഫലം എനിക്ക് വേണം ഈശോയെ. ഒന്നും കാണാതെ അനുസരിക്കുന്ന ഒരു കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. സ്തുതിക്കുന്നു എന്ന് പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി, 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 നന്ദി ഈശോയെ. നന്ദി, നന്ദി, നന്ദി. ആരാധന, ആരാധന. യേശുവേ മഹത്വം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 21-22 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തില് നമ്മൾ കാണുകയാണ്, ഈശോ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്ന വചനം അതാണ്. ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു. അപ്പൊ ഈശോയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം. ഉടനെ ഈശോ പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപരമോൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടവില്ല. എന്നാൽ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, കർത്താവെ, പോയി എന്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ. ഒരു റീസണബിൾ കാര്യമാണ് ആ ശിഷ്യൻ പറഞ്ഞത്. റീസണബിൾ ആണ്. ഇന്ന് നമുക്കും അനുസരിക്കാതിരിക്കാൻ ഒത്തിരി റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞ വലിയ റീസണബിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു. പക്ഷെ ഈശോ എന്നാ പറഞ്ഞേ? മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ എന്നെ അനുഗമിക്കും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോ ഈ സ്വരം കേൾക്കണം. എന്താണ് ഈശോ ഇന്ന് ഈ കാൽവരിയിൽ എത്താൻ എന്നെ സഹായിക്കുന്ന ദൈവസ്വരങ്ങൾ ഏതാണ്? ഏതനുസരിച്ചാണ് ഞാൻ അവിടെ വരെ എത്തേണ്ടത്? കർത്താവിനോട് ചോദിക്കണം പ്രിയപ്പെട്ടവരെ.
മൂന്നാമതായിട്ട് നമുക്കറിയാം ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, അത് ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വചനം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ പോയി. ഇവിടെ ആരും ഇല്ല, എല്ലാരും പോയോ? തന്നെ പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അനുഗമിക്കട്ടെ, എന്നെ അനുഗമിക്കട്ടെ എന്നാണ് ഈശോ പറഞ്ഞത്. അത് ഇന്നലെ ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളുടെ കുരിശെടുത്തുകൊണ്ടൊരു യാത്രയാണ്. ഇവിടെ നമ്മുടെ സഹനങ്ങൾക്ക് എപ്പോഴെങ്കിലും ശമനം ഉണ്ടാകുമോ? ഉത്തരവെന്ന് പറഞ്ഞു. 50 വയസ്സ് കഴിയുമ്പോ സഹനം തീരുവോ? പിള്ളേരെ എല്ലാം കെട്ടിച്ചു വിട്ട് കഴിയുമ്പോഴത്തേക്ക് സഹനം തീരുവോ? ഇല്ല. ഇല്ല. പിന്നെ എപ്പോഴാ 80-ാമത്തെ വയസ്സിൽ സഹനം തീരുവോ? ഇല്ല. ഇല്ല. പിന്നെ എപ്പോഴാ തീരുന്നത്? തീരാൻ പോകുന്നില്ല എന്നൊരു ബോധ്യം ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഉള്ളതുകൊണ്ട് സമാധാനമുണ്ട്. അല്ലെങ്കിൽ പ്രശ്നമായാലും നമ്മുടെ സഹനങ്ങളൊന്നും തീരില്ല. ഇല്ല. അത് കർത്താവിന്റെ കാൽവരിയിൽ കൊണ്ടുപോയി വെക്കാനുള്ളതാണ്. ഈ സഹനങ്ങളും എടുത്താ അങ്ങ് പോകും. ഒന്ന് തീരും മുമ്പ് മറ്റൊന്ന് വന്നു നമുക്കെല്ലാം കാണാപ്പാടോ. ഒന്ന് തീരും മുമ്പ് മറ്റൊന്ന് വന്നു. അതിന് യാതൊരു സംശയവും ഇല്ല. മക്കളെ കെട്ടിച്ചു വിട്ടപ്പോഴേക്കും കർത്താവ് എല്ലാം തീർന്നു, ഓക്കെയായി, റിട്ടയർമെന്റ് ആയി, ഒരു വീടുമായി. ഇനി സമാധാനം? നോ. അതിലപ്പോ വേറെ എന്തെങ്കിലും കർത്താവ് ആ സമയത്ത് അനുവദിക്കും. കാരണം കാൽവരിയോളം മരണത്തോളം സഹിച്ച ഒരു ഈശോ ഉണ്ട്. ആ ഈശോയുടെ മകനും മകളോ നീയെങ്കില് മരണത്തോളം നീയും സഹിച്ചേ പറ്റൂ. മരണത്തോളം സഹിക്കാൻ ഈശോ നിന്നെയും വിളിക്കുകയാണ്. ഈശോയെ, എന്റെ സഹനങ്ങളുമായിട്ട് നിന്റെ പിന്നാലെ വരാനുള്ള കൃപ നീ എനിക്ക് തരണേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. അതാണ് എൻ്റെ കുരിശ്. എൻ്റെ സഹനങ്ങളുമായിട്ട് എൻ്റെ ജീവിതത്തിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു സഹനങ്ങളും എടുത്തു വെച്ച് നിന്റെ പുറകെ ഞാൻ വരുവാ കേട്ടോ കർത്താവേ, ഞാൻ വരുന്നുണ്ട്, നീ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ ചില സഹനങ്ങൾക്കൊന്നും ഉത്തരവില്ലാത്തതുപോലെ നമുക്ക് തോന്നും. അതൊക്കെ കർത്താവ് എന്നെ അങ്ങനെ ഒരു സഹനമൊക്കെ അനുവദിച്ചെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. പിള്ളേരുടെ സഹനമാണ്, പേരൻസ് നന്നായിട്ട് വളർത്തും, അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി കാരണങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ചില സഹനങ്ങൾക്ക് ഒരു കാരണങ്ങളുമില്ല. കാരണങ്ങളില്ലാത്ത ചില സഹനങ്ങൾ ദൈവം അനുവദിക്കും. ആ കാരണങ്ങളില്ലാത്ത സഹനങ്ങൾ ഈശോ നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ കുരിശിലേക്ക് നോക്കിയിട്ട് ഈശോയോട് ചോദിക്കണം, ഈശോ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ നീ സഹിച്ചത്? പിതാവ് ആവശ്യപ്പെട്ടു, ഈശോ സഹിക്കുകയാണ്. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ കാരണങ്ങളില്ലാതെ ദൈവം സഹനങ്ങൾ അനുവദിക്കുമ്പോൾ 1000 ആത്മാക്കളെ നമ്മുടെ കൂടെ ചുറ്റിച്ചേർത്ത് സ്വർഗത്തോട്ട് പോകാനുള്ള ഒരു വഴിയാണ്. ശിഷ്യനായ നിനക്ക്, ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് എത്തിയ നിനക്കിന്ന് കാരണങ്ങളില്ലാതെ സഹനങ്ങൾ ദൈവം തരുന്നുണ്ടെങ്കിൽ അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. കുരിശിന്റെ ചുവട്ടിലിരുന്ന് കുരിശിനെ സ്നേഹിക്കാനുള്ള കൃപയുടെ തലമാണ്. ഈശോയെ, ആ തലത്തിലേക്ക് എന്നെ എത്തിച്ചു ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് നിന്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരും. കുരിശെടുത്ത് പോകുമ്പോ മുമ്പിൽ കുരിശെടുത്തവനെ കാണാതെ പോയാലാണ് ഈ പ്രശ്നം. മുമ്പിൽ കുരിശെടുത്ത് പോയവനെ ഒന്ന് നോക്കി കണ്ടേക്കണം. കർത്താവേ, നീ എൻ്റെ മുമ്പിലുണ്ട്, നിന്നെ അനുഗമിക്കുകയാണ് ഞാൻ. നിന്റെ കുരിശിന്റെ ആ വലിപ്പത്തിന്റെ മുമ്പിൽ എൻ്റെ കുഞ്ഞു കുരിശ് ചേർത്ത് വെച്ച് ഞാനും വരൂ. അവൻ കാൽവരി കയറിയെങ്കിൽ തീർച്ചയായും നിനക്കും കയറാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ കാൽവരി കയറിയാലേ ഒരു ഉത്ഥാനമുള്ളൂ, ഒരു ഗ്ലോറി ഉള്ളൂ. അത് സ്വർഗം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പറയാം, ഈശോയെ, ഈ ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് നീ എന്നെ വിളിച്ചപ്പോ എൻ്റെ സഹനങ്ങളുടെ കുരിശുമെടുത്ത് യാത്ര ചെയ്യാനുള്ള കൃപ നീ എനിക്ക് തരണം. കാരണങ്ങളില്ലാത്ത സഹനങ്ങൾ നീ എനിക്ക് അനുവദിക്കുമ്പോൾ 1000 ആത്മാക്കളെ കൂടി എൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനുള്ള വലിയ കൃപ നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഇനി 5-ാമതായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 33-ാമത്തെ വചനം. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ പ്രവൃത്തികളുടെയും മുൻപിൽ നീ ഈശോയെ പ്രതിഷ്ഠിക്കുക. നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളുടെയും മുമ്പിൽ ഈശോയെ നീ പ്രതിഷ്ഠിച്ചു വെക്കണം. ഈശോയെ ആയിരിക്കണം എല്ലാത്തിനും മുമ്പില്. ഈശോയോട് പറയണം, ഇത് ഈശോ ചെയ്യും, ഇത് ഈശോയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശോയെ പ്രതിഷ്ഠിക്കുക, ഇത് ഈശോയ്ക്ക് വേണ്ടിയാണ്. ഈശോയെ പ്രതിഷ്ഠിക്കാൻ ഒരു ശിഷ്യ, കാരണം നിനക്ക് വേറെ ലേബലില്ല, നമുക്ക് മറ്റൊരു ലേബലില്ല. ഈ ലോകത്ത് ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ഒറ്റ ലേബലേ ഉള്ളൂ. ഈശോയുടെ ലേബലാണ് എൻ്റെ ലേബൽ, ഈശോയുടെ നെയിമാണ് എൻ്റെ നെയിം. അതുകൊണ്ട് എനിക്ക് മറ്റൊരു ലേബൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ
ഈശോയാണ് പ്രതിഷ്ഠിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും. അപ്പൊ എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ഈശോയെ അതിനുള്ള വലിയൊരു കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനായിട്ട് നീ എന്നെ നിയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇനി കർത്താവ് നമ്മളോട് ആറാമതായി മറ്റൊരു കാര്യം പറയുകയാണ്. നമ്മൾ ഈശോയുടെ വചനത്തോട്, ശിഷ്യൻ എന്ന നിലയിൽ ഈശോയുടെ വചനത്തോട് ചേർന്നിരിക്കണം, വചനം അനുസരിക്കണം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 31, 32 വചനങ്ങളാണ്. എടുത്ത് വായിക്കേണ്ടവർക്ക് വായിക്കാം, ഞാനിപ്പോ അതൊന്നും പറയുന്നില്ല. യോഹന്നാൻ 8, 31, 32 ഈശോയുടെ വചനത്തോട് നീ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോഴാണ് ശിഷ്യനാകാൻ പറ്റും. കർത്താവിന്റെ വചനമില്ലാത്തൊരു വ്യക്തിക്ക് ശിഷ്യത്വത്തിലേക്ക് വളരാൻ പറ്റില്ല. ഈശോയുടെ വചനം ഇങ്ങനെ നിന്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കും. വചനം നിന്നെ പഠിപ്പിക്കും, വചനം നിന്റെ ജീവിതത്തെ നവീകരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ വചനം നിന്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു കൃപ കർത്താവ് നിന്നോട് ആവശ്യപ്പെടുകയാണ്. അത് ഈശോയോട് ചോദിക്കണം. ഈശോയോട് വീണ്ടും ഈശോ നമ്മളോട് പറയുകയാണ്, ഒരു ശിഷ്യനാണെങ്കിൽ നിനക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. അതാണ് യോഹന്നാൻ 13:35. ആ വചനം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഇനി കേൾക്കാൻ പോകുന്നതാണ്. പെസഹ വ്യാഴാഴ്ചയൊക്കെ നമ്മൾ ആദ്യത്തെ കേൾക്കുന്ന ഒരു വചനമാണ് യോഹന്നാൻ 13:35. എന്താ വചനം? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. 13-ാം അധ്യായം 35. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം ലോകം അറിയും. പ്രിയപ്പെട്ടവരെ, ഈ കാൽവരിയുടെ പീഡാനുഭവത്തിന്റെ ഓർമ്മകളുമായി ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഈ കാൽവരി നാഥന് പറയാൻ ഈ ശിഷ്യത്വത്തിന്റെ വഴിയേ ഉള്ളൂ, മറ്റൊരു അത്ഭുതങ്ങളുടെ വഴിയല്ല പറയാനുള്ളേ. ഞാൻ നീ അവിടെ എത്തിച്ചേരണം. സ്നേഹത്തിന്റെ മുഴുവൻ സമർപ്പണം കാൽവരി കുരിശ് എന്നെയും നിങ്ങളെയും കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, സ്നേഹമായി തീർന്നവൻ ബലിയായി തീർന്നതാണെങ്കിൽ സ്നേഹിച്ച് ബലിയാകാനുള്ള ഒരു കൃപ ഈശോ എനിക്ക് തരണേ. ഈ സ്നേഹം നമ്മുടെ ഹൃദയം നിറയെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തില് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 1-2 വചനങ്ങൾ നമുക്കൊന്നെടുക്കാം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 1-2 വചനങ്ങൾ. എന്താ വചനം? ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയും, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മുന്തിരി വള്ളിയോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കേണ്ട ശിഷ്യരാ ഞാനും നിങ്ങളും ഒക്കെ. ഇനി എന്റെ അടുത്ത വർഷത്തെ പെസഹായിലേക്ക് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമോ നമുക്കൊന്നും അറിയില്ല. കർത്താവ് അവിടേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ശിഷ്യത്വത്തിന്റെ പടിയിൽ ഒരു പടി കൂടി വളരുന്ന ഒരു യഥാർത്ഥ ശിഷ്യനായി മാറാനുള്ള കൃപ നമ്മൾ ഈശോയോട് ചോദിക്കുകയാണ്. ഈശോയെ അതിനുള്ള വലിയ കൃപയാണ് നീ എനിക്ക് തരേണ്ടത്. ഇന്ന് ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന എല്ലാ മക്കളെ ഒരു വിധം മറ്റു വിധത്തിൽ ഈശോ പ്രത്യേകമായി വളരെ പ്രത്യേകമായി സ്പെഷ്യലായി സെലക്ട് ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ കാൽവരി യാത്രയുടെ ഓർമ്മകള് നിങ്ങളുടെ മനസ്സിനെ ശിഷ്യത്വത്തിന്റെ പടിയിലേക്ക് വളർത്തണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. കുറെ കൂടി ശിഷ്യത്വത്തിന്റെ വലിയ പടിയിലേക്ക് എത്തിച്ചേരാൻ ഈശോയെ ഈ അങ്ങയുടെ കാൽവരിയിലെ ഈ സമർപ്പണം, അങ്ങോട്ട് കയറി വരാനായി ഒരു ക്ഷണം വിട്ടിട്ട് നീ കാൽവരിയിലേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്നെ അനുഗമിക്കുന്ന എന്റെ കാൽവരിയിലേക്കുള്ള യാത്രയിലും യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ പാതകൾ ചവിട്ടിക്കയറി വരാനുള്ള കൃപ, എന്റെ സഹനങ്ങളെ എടുത്തുകൊണ്ട് നിന്റെ പിന്നാലെ അനേകം ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരാനുള്ള വലിയ കൃപ എനിക്ക് തരണേ ഈശോയെ. ആ വലിയ കൃപയുടെ തലം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ചേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയോട് അങ്ങ് ചേർന്നിരിക്കുന്ന വലിയ ഒരു കൃപ ഈശോയോട് ചോദിക്കുക. ഈശോയെ നിന്നോട് ചേർന്നിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ച് കർത്താവിന്റെ ആ സന്നിധിയിൽ ദിനവും യേശുവിന്റെ കൂടെ ഇരിക്കാനുള്ള കൃപ ചോദിച്ച് നമ്മൾ ഈ സമയത്ത് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഏതാനും ഈരടുകൾ ഒന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ നിന്നോട് ചേർന്നിരിക്കാൻ, നിന്റെ കൂടെ ഇരിക്കാനുള്ള വലിയ കൃപ നീ എനിക്ക് തരണേ ഈശോയെ. ഈശോയെ എനിക്ക് നിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു കൃപ തരണേ അമ്മ. യഥാർത്ഥ ശിഷ്യനാക്കി എന്നെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ,
അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ ചേർന്നിരിക്കുകയാണ് ഈശോയെ. വലിയ സ്നേഹത്തിന്റെ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിശുദ്ധത്തിന്റെ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തണേ ഈശോയെ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഈശോയെ, ഈ പീഡാനുഭവത്തിന്റെ ആഴ്ചയിൽ ഞങ്ങളെല്ലാം നിന്നോട് ചേർന്നിരിക്കുന്ന ഒരു കുടുംബം, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും കുമ്പസാരിച്ച് ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഒരു കൃപ ചോദിച്ച എല്ലാവരും, ഞങ്ങളുടെ ഭവനത്തിലെല്ലാവരും ഈശോയെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കർത്താവെ. ചിലതൊന്നും സാധ്യമാകില്ല, എന്നാൽ ഒരു ആഗ്രഹം കാൽവരി നാഥന്റെ സന്നിധികൾ സമർപ്പിക്കട്ടെ. കർത്താവെ, നിന്റെ കുരിശോളം എത്തുന്ന വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും, ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ വലിയ നൊമ്പരങ്ങളെയും വേദനകളെയും സ്നേഹത്തോടെ സമർപ്പിക്കുക. അനുഗ്രഹിക്കണേ കർത്താവെ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ കർത്താവെ, ശിരസ്സ് നമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് വിശുദ്ധ പരമദിവികാരുണ്യത്തിന് നാളെ നമ്മുടെ ധ്യാനത്തിന്റെ ഓൺലൈൻ ധ്യാനത്തിന്റെ 3-ാം ദിവസമാണ്. നമ്മൾ നാളെ 7:30-ക്കാണ് ആരംഭിക്കുകയുള്ളൂ. നമ്മൾ 6:30-ക്കല്ല, 7:30-ക്ക് നാളെ ആരംഭിക്കുകയുള്ളൂ. ഇന്നൊക്കെ 6:30-ക്കാണ് നമ്മൾ ആരംഭിച്ചത്. നാളെ പക്ഷെ നമ്മൾ 7:30-ക്ക് ആരംഭിക്കുകയുള്ളൂ. നിങ്ങളെല്ലാം സമയത്ത് എത്താനും ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പിന്നെ പെസഹ വ്യാഴമാണ്. കൂടുതൽ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അഭിയുന്ന പിതാവിന്റെ ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഒരിക്കൽ കൂടി സ്റ്റാർ മരിയയിലൂടെ ഈശോ സംസാരിച്ചതിന് ശിഷ്യൻ ഗുരുവിനെ പോലെ ആകണം എന്നുള്ളതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഗുരുവിനെ പോലെ ആകാനുള്ള വലിയ കൃപ ചോദിച്ചു വാങ്ങാം. ആശീർവാദം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. കർത്താവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും സംസർഗോപസ്നാവര്യത്തിന്റെയും മാറിയ പിതാവിന്റെയും സർവ്വ മിഖായേൽ ഗബ്രിയേൽ മുഖ്യതമാരെന്ന് പറയുന്ന മലഹമാരെ കവയന്മാരെ സഭ്യമാരെ കാവൽ മലഹമാരെ സാനിച്ചോട് ഇപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. Thank you, sister. Thank you.